Hi friends, welcome back to our channel Salt and Pepper. നിങ്ങളുടെ ചാനൽ പുതിയതായിട്ടാണെങ്കിൽ എൻ്റെ പേര് റാണി. ഇന്ന് നമുക്ക് ചിക്കൻ ഡംപ്ലിങ്സ് ഉണ്ടാക്കിയാലോ. നമ്മുടെ ഡംപ്ലിങ്ങിനുള്ള മോമോസ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഓൾ പർപ്പസ് ഫ്ലോർ എടുത്താലും മതിയാവും. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഓക്കേ? നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഞാൻ കൈകൊണ്ട് തന്നെയാണ് കുഴയ്ക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിനെ ഒന്ന് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നാക്കി എടുക്കുക. ഇത് മൈദ ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. കണ്ടല്ലോ, ഒരു 2 ഡ്രോപ്സ് മാത്രം ഞാൻ ഇച്ചിരി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കയ്യിൽ ഒട്ടാതിരിക്കും, നല്ലതായിട്ട് നമുക്കൊന്ന് കിട്ടും. ഇത് മിക്സ് ചെയ്ത് നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്ന് കേട്ടോ ഒരു ബോൾ പോലെ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ കിട്ടണം കേട്ടോ. കണ്ടോ, ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പോൾ എന്തായാലും ഞാനിവിടെ നമ്മൾ ബോൾ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കട്ടെ, ഓൾറെഡി ഫോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു ടവൽ മുകളിലിട്ട് ഞാൻ ഇതിന് ഒരു അരമണിക്കൂറിൽ ഒന്ന് വെക്കാൻ പോവാം. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു 15 മിനിറ്റ്സ് നിങ്ങൾ വെക്കണം കേട്ടോ. നമ്മുടെ മീറ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ചിക്കനാണ്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള മീറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. മീറ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വെജിറ്റബിൾസ് വേണേലും ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ്സ് ഇതിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ചെറിയ പീസുകളായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നാരങ്ങയുടെ ജ്യൂസ്, കുറച്ച് കുരുമുളക് പൊടി, അതില്ലാത്ത കാര്യമില്ല. ഒരു തരി മഞ്ഞപ്പൊടി, അല്ല അതിന് സങ്കടം വരത്തില്ലേ. ഇതൊക്കെ ഓപ്ഷണൽ ആണ് കേട്ടോ, ഈ മഞ്ഞപ്പൊടിയൊക്കെ ചേർക്കുക. ഞാനങ്ങ് ഇപ്പൊ എല്ലാത്തിനും അങ്ങ് ചേർക്കും, ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ കൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇതായിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് ലീവ് ചെയ്യണമെങ്കിൽ ലീവ് ചെയ്യാം. സ്ട്രൈറ്റ് ഉണ്ടാക്കണമെങ്കിൽ സ്ട്രൈറ്റ് ഉണ്ടാക്കാം. എന്റെ സ്വഭാവത്തിൽ ഞാൻ എടുത്തിട്ട് ഉടനെ ഉണ്ടാക്കും. സബോള ഇടുന്നു, ഒരു ചെറിയ പീസ് ഇഞ്ചി, അതുപോലെ തന്നെ 1-2 അല്ലി വെളുത്തുള്ളി, പിന്നെ 2 പച്ചമുളക്, വലിയ എരിവൊന്നും ഇല്ലാത്ത പച്ചമുളക് ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാൻ പോകുന്നു. ഇനിയിപ്പൊ ഇതിലേക്ക് നമ്മള് ശകലം ഓയിൽ വെച്ചെടുക്കുക. ശകലം മതിയാവും കേട്ടോ. ഇനി നമ്മളിവിടെ എടുത്തു വെച്ചേക്കുന്ന ഇറച്ചി ഇതിനകത്തിട്ടെന്ന് ഉള്ളതിനെ കൊണ്ടുള്ള ആ എണ്ണയിലിട്ടെന്ന് വറുത്തെടുക്കാം കേട്ടോ. ഒത്തിരി വറുക്കുന്നവരെയല്ല, കുറച്ചൊന്ന് വേവിച്ചെടുക്കാം. നോക്കിക്കേ, നമ്മുടെ ചിക്കൻ കംപ്ലീറ്റ്ലി അങ്ങ് വെന്തിട്ടില്ല, എന്നാൽ ഒരു 70-75% ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത്ര മതി കണ്ടോ. ഈ ഒരു പരുവത്തിൽ ഞാൻ ഇതിനെടുത്ത് മാറ്റുകയാണ്. ബാക്കി നമ്മൾ ആവി കയറ്റി വേവിക്കുന്ന സമയത്ത് ബാക്കി വെന്തോളും കേട്ടോ. ഇതിന്റെ ബാക്കി വന്ന ആ ജ്യൂസിലും എണ്ണയിലോട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ആ സബോളയും എന്നാ പറയണ്ടേ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാവരുടെ നിങ്ങൾക്ക് പേസ്റ്റ് ആയിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെ പേസ്റ്റ് ചേർക്കാം കേട്ടോ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നന്നായിട്ടുള്ള ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് ചേർക്കുന്നത്. നമുക്ക് സാധാരണ തേങ്ങയാണെങ്കിൽ തേങ്ങയുടെ പീര നിങ്ങൾക്ക് ലൈറ്റ് ചെറുതായിട്ട് കുരുകുര ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് എടുക്കാവുന്നതാണ്. കഴിവതും ഡ്രൈ ആയിട്ട് എടുക്കണം കേട്ടോ. നോക്കിക്കേ, അപ്പൊ നമ്മുടെ ചിക്കനെ ഞാൻ ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ ഇട്ടൊന്ന് ചെയ്തെടുക്കാം. ഇത് വെന്തതായതുകൊണ്ട് തന്നെ കണ്ടോ, ഇതൊരു 80%ഓളം 85% വെന്തിട്ടുണ്ട് ഇപ്പൊ. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കണ്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ വാട്ടിയെടുത്ത നമ്മുടെ സബോളയും ബാക്കിയുള്ള കാര്യങ്ങളും കേട്ടോ. ഇതിനകത്ത് നമ്മൾ തേങ്ങാപ്പീര ഇട്ടിട്ടുണ്ട്. കോക്കനട്ട് നിങ്ങൾക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെള്ളം ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇപ്പൊ ഇവരെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടെ നോക്കി. അപ്പൊ എനിക്ക് ഇച്ചിരി ഒരു ഉപ്പിന്റെ കുറവ് തോന്നി. ശകലം ഉപ്പും ചേർത്തു. ഇച്ചിരി നാരങ്ങാനീരും ഇച്ചിരി പെപ്പർ എക്സ്ട്രാ ഞാൻ ചേർത്തു. അതുകൊണ്ട് നിങ്ങൾ ഫില്ലിങ് ഓൾവേസ് ഒന്ന് ചെക്ക് ചെയ്യണം. എന്താണ് കുറവെന്നൊന്ന് നോക്കിയിട്ട് കുറവ് നികത്തിയിട്ട് മാത്രമേ ഫില്ല് ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കിയേ, നമ്മുടെ മാവ് എന്താ സോഫ്റ്റ് നോക്കിയേ. നമ്മൾ ഇത്ര നേരം വെച്ചിട്ട് പോയതല്ലേ, ആള് നല്ല സുന്ദരമായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ നമ്മൾ ഇതിനെ ജസ്റ്റ് ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് റൗണ്ട് ആയിട്ട് എടുക്കാം. വളരെ എളുപ്പമായിരിക്കും ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ. ഓക്കെ ഓക്കെ, കാണാതെ ചെയ്തു, അതാണ് ആ പറ്റിയ പണി. ഇനി എന്നെ എടുക്കും, ഇതിനെ ഇങ്ങനെ പറിച്ചെടുത്തേക്കുക. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള വട്ടം നിങ്ങൾ എടുക്കുക കേട്ടോ, ഡംപ്ലിങ്ങിന്റെ വലിപ്പം അനുസരിച്ചിട്ട്. ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇച്ചിരി കോൺഫ്ലവർ എന്തെങ്കിലും ഒന്ന് തൂത്ത് കൊടുക്കുകയാണെങ്കിൽ ആരും ഒട്ടാതെ ഒന്ന് നന്നായിട്ടിരിക്കും. നമുക്ക് ചെറുതായിട്ടൊന്ന് തൂത്ത് കൊടുക്കുക. അപ്പൊ നല്ല മിനുസം ഇതിന് തൊടാന് കേട്ടോ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് അറിയാമോ, ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. ചെറുതായിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നു കേട്ടോ. ഓക്കെ, ഇതിനകത്തേക്ക് നമ്മുടെ ഫില്ലിങ് കുറച്ച് ഒന്ന് വെച്ചു കൊടുക്കുക. ഇത് കണ്ടോ, അകത്തേക്ക് നമ്മൾ കുറച്ച് ഇതുപോലെ വെക്കുക. അതിനുശേഷം ഇത് കണ്ടോ, ഒന്ന് മടക്കി കണ്ടോ
വീണ്ടും നമ്മൾ ഇതുപോലെ മടക്കി മടക്കി കൊണ്ടുവരികയാണ്. ഓക്കെ, ഇവിടുത്തെ മടക്ക് വന്നു, കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ താഴെ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കാം. ഇതാ ഇതുപോലെ മടക്കുക. ഓക്കെ, വീണ്ടും ഇങ്ങനെ മടക്കി കൊടുക്കുക. അപ്പം നല്ല ഭംഗിയായിട്ട് നമുക്കിതിനെ കിട്ടും. ഓക്കെ, ഇതുണ്ടോ വരുന്നേ? കണ്ടോ, നമുക്കിതുപോലെ ഷേപ്പിൽ എല്ലാവരെയും മടക്കി കിട്ടുന്നുണ്ട്. കണ്ടോ? ഇതിന് ശേഷം നമ്മുടെ ഇഷ്ടമാണ്, ഇതിനെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് മുകളിലേക്ക് കൊണ്ടുവരാം. ഇതുണ്ടോ? ഇനി നമുക്ക് വേറൊരു ഷേപ്പിൽ ഉണ്ടാക്കിയാലോ? വീണ്ടും ഇതുപോലെ തന്നെ വട്ടത്തിൽ പരത്തുക, നടുവേ ഒന്ന് മടക്കുക, അതിനുശേഷം നമ്മൾ വീണ്ടും ഒന്നുകൂടെ മടക്കുക. ഓക്കെ, ഇതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം മടക്കുന്നതിന് മുന്നായി ആ വട്ടം എടുത്ത ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. എന്നിട്ട് പിന്നെ മടക്കിയെടുത്ത് ഇങ്ങനെ ചെയ്താലും മതിയാവും കേട്ടോ. ഇത് 4ആയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്ത് കൊടുക്കുക. മുഴുവൻ സ്ലൈസ് ചെയ്താലേ അറ്റം മാത്രം ഒന്ന് സ്ലൈസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോർക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ? ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമുക്ക് നല്ലൊരു ഷേപ്പ് കിട്ടും. നിങ്ങൾ കണ്ടോ? വളരെ എളുപ്പമാണ് അങ്ങനെ ചെയ്യുവാൻ വേണ്ടി. കണ്ടോ എത്ര ഈസിയാണ്, നോക്കിക്കേ. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? മാവ് നന്നായിട്ട് തന്നെ നമുക്ക് ആ ഒരു രീതിയിലേക്ക് വന്നു തരും കേട്ടോ. എന്നിട്ട് ഈ അറ്റം എല്ലാം കൂടി ഇങ്ങനെ കൂമ്പി ഒരു ഫ്ലവറിൻ്റെ പോലെ വരത്തക്ക രീതിയിൽ ഇങ്ങനെ കൂമ്പി വെച്ച് കൊടുക്കുക. കണ്ടോ? ചുമ്മാ ഒന്ന് ഞെക്കിയാൽ മതി, വന്നോളും. എന്നിട്ട് അതിൻ്റെ പള്ളക്ക് പിടിച്ചൊരു ഞെക്ക്. കണ്ടോ? എന്ന് വെച്ചാൽ കണ്ടോ, ഇപ്പോൾ മനസ്സിലായില്ലേ? എന്നിട്ട് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഈ മീനൊക്കെ ഉള്ള മീനിൻ്റെ ഷേപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കുത്തി 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 ചുമ്മാ കൊടുക്കുക. എന്തെങ്കിലും എടുത്തിട്ട് നടുക്ക് ഞാനൊരു കുരുമുളകാണ് വെച്ച് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊരു മീനിൻ്റെ ഷേപ്പ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം കണ്ടോ, മീന് ചുണ്ടുണ്ട് കേട്ടോ, അവിടെ ജസ്റ്റ് ഒരു കട്ട് കൊടുത്താൽ മാത്രം മതിയാകും, കുഞ്ഞൊരു കട്ട്. അപ്പോൾ നമ്മുടെ ഡംപ്ലിങ്ങിനെ എല്ലാം നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. പല ഷേപ്പിലാണ് ഞാനിവിടെ ഉണ്ടാക്കിയേക്കുന്നത്. ഇതിൻ്റെ ഷേപ്പ് ഒന്നും കണ്ട് നിങ്ങൾ ഞെട്ടരുത്. ഇതുണ്ടാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതാണ് ഞാൻ കാണിക്കാനത്. ജസ്റ്റ് വട്ടത്തിലെടുത്തിട്ട് മടക്കിയിട്ട് ഫില്ലിങ് വെച്ചു. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ആ ഫോർക്കും കൊണ്ടുവന്ന് അറ്റം മാത്രം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവള് നല്ല സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. ഇവള് വേറൊരു സുന്ദരി, ഇവള് വേറൊരു കുഞ്ഞുണ്ണി സുന്ദരി. ഓക്കെ, ഇവരെല്ലാവരും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവരാരും അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടാതിരിക്കട്ടെ. ഇനിയിപ്പോൾ ഞാൻ ഇതിനെ വേവിച്ചെടുക്കട്ടെ കേട്ടോ. എല്ലാം നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ എത്ര ഭംഗിയായിട്ടാണ് നമ്മൾ ഡംപ്ലിങ്സിനെ ഉണ്ടാക്കിയേക്കുന്നത്. ശരിക്കും മിഡിലിൽ ഇരിക്കുന്നതിന്റെ ഷേപ്പ് എന്നാന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഒരു ഫിഷിന്റെ ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. ആൻഡ് ദെൻ കണ്ടോ, മറ്റേത് ശരിക്കുള്ള ഡംപ്ലിങ്ങിന്റെ ഷേപ്പ്. നമുക്ക് പല ഷേപ്പുകളിൽ ഉണ്ടാക്കാം. കണ്ടോ, ഇതിൽ ഏത് ഷേപ്പാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഇത് നമ്മൾ എപ്പോഴും തന്നെ ഉണ്ടാക്കുന്ന ഒരു ഷേപ്പാണ്. നടുക്കിരിക്കുന്ന ഒരു വെറൈറ്റിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയത് മാത്രം. അതുപോലെ തന്നെ അങ്ങേയറ്റത്തിരിക്കുന്ന ആളെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ അകത്ത് വെക്കുന്ന ആ ഫില്ലിങ്ങിന്റെ ഇതുപോലെ ഇരിക്കും നിങ്ങളുടെ ഡംപ്ലിങ്ങിന്റെ ടേസ്റ്റും. ഓക്കെ, പക്ഷെ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.